ഈ ബോർഡിലൊരു നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ, പളനി വരണമെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ, ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് റൂം കിട്ടുന്നതായിരിക്കും. ശ്രീനാരായണ ധർമ്മ ആശ്രമം അല്ലേ? ഇതാണ് ഗുരുദേവൻ്റെ ഈ അടിവാരത്തുള്ള SNDP ഒരു ആശ്രമമാണ് ഇതിനകത്ത്. ആവശ്യത്തിന് വണ്ടി പാർക്കിംഗ് പരിപാടിയൊക്കെ സ്ഥലമൊക്കെ ഉള്ള ഒരു ആശ്രമമാണ്. ഇവിടെ ലോഡ്ജുണ്ട്, AC മുറിയും അല്ലാത്ത മുറിയും എല്ലാം ഉണ്ട്. ഇതാണ് ഗുരുദേവൻ്റെ ആശ്രമം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഈ പളനി മല അടിവാരത്ത് കേരളത്തിൽ നിന്നുള്ള നമ്മളെ ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ആശ്രമമുണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര പേർക്കറിയാം? ഇതാണ് ആശ്രമം. ആശ്രമത്തിൻ്റെ കാമ്പൗണ്ടാണ് ഇത് കാണുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പളനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആശ്രമത്തിലേ വരുള്ളൂ. പണ്ട് കാലം പോലെയുള്ള ശീലമാണ്. പളനി വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ആശ്രമത്തിലേക്കാണ്. ഇവിടെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇവിടുത്തെ നമ്പർ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത് വരാം. അഥവാ ബുക്ക് ചെയ്യാതെ വന്നാലും നമുക്കിവിടുത്തെ താഴെ വിരിവെച്ച് കുളിച്ച് റെഡിയായിട്ട് ഇവിടെ നിന്ന് മലയിൽ കയറാനേ ഉള്ളൂ. മലയിൽ കയറിയിട്ട് തിരിച്ച് ഇറങ്ങി വന്ന് ഇവിടെ നമ്മൾ പോകുകയാണെങ്കിൽ അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ റൂണ് കിട്ടും. അതല്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട്. അവിടെ എല്ലാം വെജിറ്റേറിയനാണ്. നോൺ വെജിറ്റ് ഇവിടെ കിട്ടില്ല. അത് ബസ് സ്റ്റാൻഡ് എൻ്റെ ഒക്കെ അടുത്തേ കിട്ടുള്ളൂ. അപ്പോൾ വരുന്നവർ, ഞങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ പളനിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ റൂമൊന്നും എടുക്കാൻ നിൽക്കില്ല. പകരം ഗുരുദേവ ആശ്രമത്തിൽ വരും. അവിടെ നമ്മൾ റൂം എടുക്കാൻ നോക്കും. റൂമില്ലെങ്കിൽ വിരിവയ്ക്കും. അത്രയേ ഉള്ളൂ. AC റൂം വരെ അവിടെ ഉണ്ട്. പണ്ട് കാലം പോലെയുള്ള ശീലമാണ്. നമ്മളിപ്പം പളനി താഴ്വാരത്തുള്ള ഗുരുദേവൻ്റെ ആശ്രമത്തിലാണ് നമ്മളിരിക്കുന്നത്. ഗുരുദേവ SNDP ഒരു ആശ്രമമുണ്ട്. അപ്പോൾ അത് ആശ്രമത്തിലാണ് നിൽക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് പളനി വരണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റൂം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കാം. ഇവിടെ ഗുരുദേവൻ്റെ ആശ്രമത്തിലൂടെ നമ്മൾ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് വരണമെങ്കിലൊക്കെ വിളിച്ച് പറഞ്ഞാൽ റൂം കിട്ടും. ഇവിടെ ആ റൂം സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇതാണ് ആശ്രമം. നോക്കിയോ, ഇതാണ് ആശ്രമം. ഇവിടെ എൻ്റെ വണ്ടിയുണ്ട്. ഗ്രൂപ്പായിട്ട് വന്ന വണ്ടിയാണ് കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് റൂം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയാണ്. റൂം കിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ സിംഗിളായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ബാഗെല്ലാം വെച്ചിട്ട് ഗുരുദേവൻ്റെതായ കണ്ട ആശ്രമത്തിൻ്റെ ഗുരുദേവൻ്റെ കണ്ട അതിൻ്റെ പിറകിൽ ബാത്റൂമൊക്കെ ഉണ്ട്. ആവശ്യമുള്ള ബാത്റൂം, കുളിമുറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുളിമുറിയിൽ നമുക്ക് കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ തന്നെ ബാഗെല്ലാം വെച്ചിട്ട് നമുക്ക് ഇവിടെ പളനി കയറിയിട്ട് ഇവിടെ തന്നെ കാണാം. പളനി മല ഈ ആശ്രമത്തിൽ നിന്നാൽ പോലും പളനികളെ കാണാൻ പറ്റും. അതാ നോക്കിയോ, വേണ്ട ഗുരുദേവ ആശ്രമത്തിൽ നിന്നാൽ പോലും നമുക്ക് ഈ പളനിമല കാണാൻ പറ്റും. വളരെ അടുത്താണ്, ആശ്രമത്തിൻ്റെ അടുത്താണ് ഈ പളനിമല. അപ്പോൾ ഇവിടെ ബാഗ് വെച്ചിട്ട് സിംഗിളായിട്ട് വരണമായിരിക്കും, രണ്ടുപേരായിട്ട് വെച്ചിട്ട് ഇവിടെ തന്നെ കുളിച്ച് നമുക്ക് ഇവിടെ നിന്ന് മലയിൽ കയറിയിട്ടൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് അമൃതയിൽ വരണമായിരിക്കുമെന്ന് പറഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണിക്കകത്ത് പളനി വരും. പളനി വന്നാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു ആട്ടോ ഓടിച്ച് കഴിഞ്ഞാൽ അവിടെ 100-150 രൂപയ്ക്കകത്ത് ആട്ടം ടാക്സിയൊക്കെ അവിടെ വരും. ഈ ഗുരുദേവൻ്റെ ആശ്രമം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കി തരും. അവിടെ വന്ന് റൂം എടുത്തിട്ട്, റൂം ഇല്ലെങ്കിലും നമുക്ക് അവിടെ തന്നെ കഴിയാം. അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ വിരി വെച്ചിട്ട് ഇവിടെ നമുക്ക് ബാഗ് വെച്ചിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ തന്നെ തിരിച്ച് ബാഗ് വെച്ചിട്ട് അതിലേക്കുള്ളതേ ഉള്ളൂ. എന്നിട്ട് വൈകിട്ട് ഒരു 4-4:30 മണിക്ക് 5 മണിക്കൂടെ ഇറങ്ങിയാലും മതി. നടന്നാൽ പോലും നമുക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. നടന്നാൽ പോലും പയ്യെ നോക്കി നടന്നാൽ പോലും ഇവിടെ എത്താനേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ആട്ടോ ഓടിച്ച് പോകാനേ ഉള്ളൂ. 100 രൂപ കൊടുത്ത് ആട്ടോ കിട്ടും.
ആട്ടോ വിളിച്ച് പോയി 6:10 6:15 നമുക്ക് ഈ ട്രെയിൻ തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്കുണ്ട്. അത് ഇവിടെ നിന്ന് രാമേശ്വരം പോയിട്ടാണ് വന്നത്. തിരിച്ചാലിക്കാരെ അങ്ങ് പോകാനേ ഉള്ളൂ. അപ്പം പളനി പ്രത്യേകം ശ്രദ്ധിക്ക്. വരാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒറ്റയ്ക്കാണെങ്കിലും വരാം. തിരുവനന്തപുരം നിന്ന് അമൃത ആശുപത്രി കയറി കഴിഞ്ഞു രാവിലെ പളനി എത്തും. അവിടെ നിന്ന് ഗുരുദേവ ആശ്രമം ചോദിച്ചു കഴിഞ്ഞാൽ താഴ്വാരത്താണ് ആശ്രമം. ഗുരുദേവൻ്റെ ആശ്രമത്തിൽ കൊണ്ടാക്കി തരും. ആക്കി തന്നാൽ നിങ്ങൾക്ക് റൂമില്ലെങ്കിൽ തന്നെയും നമുക്ക് ഇവിടെ തന്നെ വിരി വെച്ച് ഇവിടെ എന്തെങ്കിലും നമുക്ക് ദക്ഷിണ പോലെ കൊടുത്താൽ മതി. അല്ല പ്രത്യേകിച്ച് ഒരു തുകയൊന്നും ഇവിടെ അവർ ചോദിക്കുകയൊന്നുമില്ല. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി അതുമല്ലെങ്കിൽ ഇവിടെ തന്നെ റൂം എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ പളനി നമ്മൾ കയറുന്ന മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു വിശ്രമ കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ കുളിച്ചിട്ട് ഈ ബാഗെല്ലാം വെക്കാനുള്ള ലോക്കറുണ്ട്. ലോക്കറിൽ വെച്ചിട്ട് മൊബൈലൊക്കെ വെച്ചിട്ട് പളനി കയറ്റം തിരിച്ച് മൊബൈൽ ലോക്കറിനടുത്ത് എല്ലായിടത്തും വന്നിട്ട് നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും അവിടെ ഇപ്പോൾ ഓപ്പണായില്ല. എല്ലാ റെയിൽവേ സ്റ്റേഷനിലുള്ളതില്ല. മറ്റേ ഗ്യാസ് വെയിറ്റിംഗ് ഹാൾ 25 രൂപയുള്ള 1 മണി അതെടുത്താലും മതി. വൈകിട്ട് ഒരാൾക്ക് 25 രൂപയുള്ളൂ. 4 മണിക്കൂർ എടുത്താൽ പോലെ 100 രൂപ ആവണുള്ളൂ. അതിൽ കയറി തിരിച്ച് നമുക്ക് വരികയും ചെയ്യാം. ട്രെയിൻ അപ്പോൾ വരികയും ചെയ്യാം. അപ്പം ഒറ്റ ദിവസം തലേന്ന് രാത്രി കയറി രാവിലെ ഇറങ്ങുക. ആ ട്രെയിനനുസരിച്ച് വൈകിട്ട് കയറി പിറ്റേന്ന് രാവിലെ ഇറങ്ങുക. തിരുവനന്തപുരത്തോട് പോകണ കൊല്ലം ഭാഗത്തൊക്കെ എവിടെ ആണെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റും. എറണാകുളം പിന്നെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടതാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരണമെങ്കിൽ ധൈര്യമായിട്ട് വരാം. പളനിയിൽ ധൈര്യമായിട്ട് വന്നോളൂ. ഗുരുദേവൻ്റെ ആശ്രമമുണ്ട്. ഇവിടെ നമുക്ക് വിരിവയ്ക്കാം. റൂമുണ്ട്. റൂമില്ലെങ്കിൽ നമുക്കിവിടെ അക്കോമഡേഷൻ ഇവിടെ നമുക്ക് വിരിവെച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും. ഭക്ഷണമൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ രാവിലെ പറഞ്ഞ ഇവരും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ശരി. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ.